ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈവനിങ് ആൻഡ് വീക്കെൻഡുമാണ്. ഇപ്പോഴത്തെ വീക്കെൻഡൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം മോൻ എക്സാമാണ്. അപ്പോൾ ഒരു ചായ, ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് കിടക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചായ പുറത്തുനിന്നാണ്, ചായ വിത്ത് സ്നാക്സ്. അപ്പോൾ ഇന്ന് ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്നു ചായ. സാധാരണ കാറിലിരുന്ന് തന്നെയാണ് കുടിക്കാറ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിൻ്റെ സൈഡിൽ, കുറച്ച് സമ്മർ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്, എന്നാൽ വിൻ്റർ ആയിട്ടുമില്ല, അതിൻ്റെ ഒരു പീക്ക് ലെവലിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൻ്റെ അവിടെ കുറച്ച് നാളായി വന്നിട്ട്, അപ്പോൾ ഇവിടെ പോയിരിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് മോൻ്റെ കൈ മോളുടെ പല്ലുമ്മ തട്ടി. അപ്പോൾ ഏകദേശം അത് പറയാറായി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് തട്ടും കൂടെ ചെയ്തപ്പോൾ ഭയങ്കര പെയിനായി, ഭയങ്കര കരച്ചിലായി. അപ്പോൾ എന്തായാലും അത് പറിച്ചേ തീരൂ. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴത്തേക്കും അത് പറയാറായി നിൽക്കുവാണ്. ഒന്ന് തൊട്ടപ്പോഴത്തേക്കും കയ്യിൽ പോന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടോ. മുകളിലെ പല്ല് പറിക്കാൻ നല്ല സുഖം, ഇങ്ങനെ ഈസി ആയിട്ട് പല്ലിങ്ങനെ പോരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ സൺസെറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്കൈയും, അറിയാലോ, ബീച്ച് സൈഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കഴിച്ചു. മക്കളൊക്കെ ഒന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. മോനാണ് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്നത്, മോനും ഞാനും. ബിക്കോസ് ഞങ്ങൾ രണ്ടാളുമാണ് എക്സാമിന് പഠിക്കുന്നത്. ഇനി മലയാളമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാനും മോനും തമ്മിൽ ഉണ്ടാവാറുണ്ട്. മലയാളം ഞങ്ങൾ അങ്ങോട്ട് ചേരത്തില്ല. പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ജാടയാണെന്ന്. പക്ഷെ മലയാളമാണ് ഒട്ടും പറ്റാത്തത്. മലയാളം ഒട്ടും പറ്റുന്നില്ല ആ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് അവസാനിക്കാറായി. താങ്ക് യു ഫോർ വാച്ചിങ്.